ഹിൽസ് റിസോർട്ട്, കക്കാടംപൊയിൽ, മലപ്പുറം. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും. ഒന്ന്, ഈ യോഗം ചേരുന്നത് നല്ല ശക്തമായ വിമർശനങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടിയാണ്. വിമർശനങ്ങൾക്കും ശരിയായ വിലയിരുത്തലുകൾക്കും പുതിയ നിർദ്ദേശങ്ങൾക്കും ഒക്കെ വേണ്ടിയാണ് ഈ കമ്മിറ്റികൾ ചേരുന്നത്. അപ്പൊ യോഗം ചേർന്നു, യോഗത്തിൽ ഒരു വിമർശനം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അരുതാത്തത് എന്തോ സംഭവിച്ചു എന്ന് കരുതേണ്ടതേയില്ല. വിമർശനവും സ്വയം വിമർശനവും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മുഖമുദ്രയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങളെ സംബന്ധിച്ച് വന്ന വാർത്ത, ഇപ്പൊ കൊല്ലത്ത് ഞാൻ പങ്കെടുത്തിട്ടില്ല, എനിക്കറിയില്ല. ഞാൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്തിരുന്നു. അത് സംബന്ധിച്ച് വന്ന വാർത്ത പക്ഷേ കമ്മിറ്റിയിൽ നടന്ന ചർച്ചകളുടെ പ്രതിഫലനമല്ല. അതെനിക്ക് അത്ഭുതകരമായി തോന്നി. യോഗം കഴിഞ്ഞ് വാർത്തകൾ കാണുമ്പോൾ ഞാൻ പങ്കെടുത്ത കമ്മിറ്റിയെ കുറിച്ച് തന്നെയാണോ ഈ വാർത്ത എന്ന സംശയമാണ്. അപ്പൊ വാർത്തകൾ കുറെയൊക്കെ ഭാവനയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടോ പൊടിയോ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ചിട്ടാണ് വാർത്തയായി വരുന്നത്. അപ്പോൾ വാർത്തകളെ അങ്ങനെ മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷെ നല്ല ആഴത്തിലുള്ള പരിശോധന, സമഗ്രമായ പരിശോധന, അതിന്റെ ഭാഗമായിട്ടുള്ള തുറന്ന ചർച്ച, അതാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനപ്പുറമുള്ളതൊക്കെ പിന്നെ വാർത്തയ്ക്ക് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി വരുന്ന കാര്യങ്ങൾ എന്തേ ഉള്ളൂ. അതിനെയൊന്നും കണക്കെടുക്കുന്നില്ല. സെക്രട്ടേറിയറ്റ് യോഗങ്ങൾക്ക് പുറമെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം CPM-നെ തന്നെ മത്സരിച്ച സ്ഥാനാർത്ഥികൾ, സ്വതന്ത്രരായി മത്സരിച്ച സ്ഥാനാർത്ഥികളൊക്കെ വിമർശനം ഉന്നയിച്ചിരുന്നു. അത് ഒന്ന് ഷറഫ് അലി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളി വിഷയത്തിൽ സർക്കാരിന്റെ സമീപനം മോശമായിരുന്നു, അത് വേണ്ട രീതിയിൽ ഇടപെട്ടില്ല, വിമർശിച്ചില്ല, അതുകൊണ്ട് മുസ്ലിം വോട്ടുകളൊക്കെ അകന്നു എന്ന് ഷറഫ് അലി കൃത്യമായി തന്നെ പറഞ്ഞു. അല്ല, ഞാൻ അത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അത് ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഏതാണെന്നുള്ള ചോദിച്ചത്. സ്വാഭാവികമായിട്ട് ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും എല്ലാവർക്കും അഭിപ്രായങ്ങൾ ഉണ്ടാവും. അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിനൊന്നും ഒരു തെറ്റുമില്ല. അപ്പോൾ ഓരോ അഭിപ്രായത്തെ കുറിച്ച് ഞാനിപ്പോ കമന്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ പ്രതികരണങ്ങൾ അങ്ങനെ എന്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള ഒരു കാര്യമല്ല. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എനിക്കും ഒന്നും തന്നെ പറയാനില്ല. പിന്നെ സ്വാഭാവികമാണ്, വലിയൊരു പരാജയം ഉണ്ടാകുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ വരും, ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും. വിജയം ഉണ്ടാകുമ്പോൾ ഒരുപാട് അഭിനന്ദനങ്ങളും വരും. അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനപ്പുറത്ത് കേരളത്തിലെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം, അത് കേരളീയ സമൂഹത്തിലുണ്ടാക്കിയ മാറ്റം, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ആഴത്തിലുള്ള വിലയിരുത്തലുകളും പരിശോധനകളും ഒക്കെയാണ് ആവശ്യം. അതിനപ്പുറത്തുള്ളതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. വിജയവും പരാജയവും ഉണ്ടാകുന്ന സമയത്തുണ്ടാകുന്ന പ്രതികരണങ്ങളെ നമ്മൾ അങ്ങനെ കാണേണ്ടത്. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളൊക്കെ എല്ലാം മുഖ്യമന്ത്രിയിലേക്ക് മാത്രമാണെന്നുള്ളത്, അങ്ങനെ രീതിയിലേക്ക് പോകേണ്ടതുണ്ടോ? അതും ഒരു തെറ്റായ പ്രവണതയാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായാലും വിജയം ഉണ്ടായാലും അത് ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ സമീപനമേ അല്ല. അത് ശാസ്ത്രീയമല്ല, അത് സമഗ്രമല്ല, അത് ഇടതുപക്ഷ വിശകലനത്തിന്റെ ഭാഗവുമല്ല. വിജയമായാലും പരാജയമായാലും ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തപ്പെടേണ്ടത്. പരാജയപ്പെടുമ്പോൾ ഒരു ടീമായി പ്രവർത്തിച്ച് വന്നിട്ടുള്ള ഒരു പരാജയമാണ്. ആ പരാജയത്തിന് ഞങ്ങളെല്ലാം അവകാശികളാണ്. വിജയിക്കുമ്പോഴും പരാജയപ്പെടുമ്പോഴും അത് ഏതെങ്കിലും വ്യക്തിയിലേക്ക് ചുരുട്ടിക്കാണുക എന്നത് ഒട്ടും യാഥാർത്ഥ്യബോധമില്ലാത്തതാണ്. അതിനെയൊന്നും ഞങ്ങൾ ഗൗരവമായി പരിഗണിക്കുന്നതില്ല. ഈ യോഗങ്ങളുടെ ഒരു പ്രധാന കാര്യം തോൽവി എങ്ങനെ ഉണ്ടായി എന്ന കാര്യങ്ങളൊക്കെ പഠിക്കൽ കൂടിയാണല്ലോ, പലരുടെയും അഭിപ്രായങ്ങൾ കേൾക്കും കൂടിയാണല്ലോ. അപ്പൊ അതിനു മുൻപ് തന്നെ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു തീരുമാനം വരുന്നതിന് മുൻപ് തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയോ പാർട്ടി? അതൊന്നും തമ്മിലൊന്നും ഒരു ബന്ധവുമില്ല. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഇപ്പോ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പറ്റിയ വീഴ്ചയാണ് തെരഞ്ഞെടുപ്പ് പരാജയം എന്ന് കാണുന്നത് തന്നെ ജനാധിപത്യ വിരുദ്ധമായ ഒരു വിശകലനമാണ്. അത് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ പ്രേരിതമായിട്ട് ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചാരവേല മാത്രമാണ്. ആ പ്രചാരവേലയൊന്നും ആരും തലയിലെടുത്ത് വെക്കുന്നില്ല, ഇടതുപക്ഷം തലയിലെടുത്ത് വെക്കുന്നേ ഇല്ല. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾക്കെതിരെ നടക്കുന്ന ശക്തമായ വിമർശനവും ഒരു പരിധി കടന്നിട്ടുള്ള ആക്രമണവും അതൊന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ സ്വാധീനിക്കുന്ന ഒരു കാര്യവുമല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വിശകലന രീതികളും ചർച്ചയും അതിന്റെ പരിശോധന സംവിധാനങ്ങളും എല്ലാം. അപ്പൊ പുറമേ നടക്കുന്ന ചർച്ചകൾ പുറത്തു മാത്രമുള്ളതാണ്. അത് ഞങ്ങൾ അപ്പാടെ സ്വീകരിക്കുകയോ ഏറ്റെടുക്കുകയോ ചെയ്യുന്ന ഒരു കാര്യമല്ല. പിന്നെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ, ഇപ്പോ കേരളത്തിൽ ഇടതുപക്ഷത്തെ നയിക്കുന്നത്, CPIM-നെ നയിക്കുന്നത് 2 തവണ മുഖ്യമന്ത്രിയായ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ഒരാൾ മാത്രമേ ഈ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ കൂട്ടത്തിൽ നിന്നു. അപ്പോ അത്രയും തലമുതിർന്ന ഒരു നേതാവ് ജയിച്ചു വരുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് മറ്റൊരു ചിന്ത
തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെയോ പാർട്ടി നേതൃത്വത്തിന്റെയോ മനസ്സിൽ ഉണ്ടായിട്ടേ ഇല്ല. ആറ്റ്ലസ് സന്ദർശിക്കുന്ന എല്ലാ സ്കൂൾ കുട്ടികൾക്കും 12 സ്കെച്ച് പെൻ, പെൻസിൽ, കട്ടർ, എറേസർ എന്നിവ സമ്മാനം. ആറ്റ്ലസ് ഒരുക്കുന്നു കുട്ടികൾക്കായി കിടിലൻ ഓഫറുകൾ. ക്ലാസ്സിൽ മാസാവാം. ആറ്റ്ലസിനൊപ്പം സ്കൂൾ ബാഗുകൾ വാറന്റിയോട് കൂടി മാത്രം. സ്കൂൾ ബാഗുകൾ വാങ്ങുമ്പോൾ 3 കാമലിൻ നോട്ട്ബുക്ക് സൗജന്യം. 10 സ്കൂൾ കുട്ടികൾക്ക് നറുക്കെടുപ്പിലൂടെ 10 ടാറ്റ ന്യൂട്രോൺ സൈക്കിളുകൾ സമ്മാനമായി നേടാം. 10 നോട്ട്ബുക്കുകൾ വാങ്ങുമ്പോൾ 12 നോട്ട്ബുക്ക് സൗജന്യം. നിങ്ങൾക്ക് ലഭിക്കുന്നു 22 നോട്ട്ബുക്കുകൾ. 5 കാമലിൻ നോട്ട്ബുക്ക് വാങ്ങുമ്പോൾ 3 എണ്ണം സൗജന്യം. നിങ്ങൾക്ക് ലഭിക്കുന്നു 8 നോട്ട്ബുക്കുകൾ. സ്കൂബി ഡേ ബാഗുകൾക്ക് 15% ഓഫർ. കൂടാതെ ഒരു ക്യാച്ച് ബോൾ സൗജന്യമായി നേടാം. നഴ്സറി ബാഗുകൾ 99 രൂപയ്ക്ക് സ്വന്തമാക്കാം. ബ്രാൻഡഡ് പെൻസിൽ ബോക്സ് പൗച്ച് 19 രൂപ മുതൽ. കുട്ടികളുടെ സിംഗിൾ ഫോൾഡ് കുടകൾ 99 രൂപയ്ക്ക്. 3 ഫോൾഡ് കുടകൾ 199 രൂപയ്ക്ക്. പോഞ്ചോ റെയിൻകോട്ടുകൾ 49 രൂപയ്ക്ക്. ബ്രാൻഡഡ് ക്വാളിറ്റി റെയിൻകോട്ടുകൾ 99 രൂപ മുതൽ. ഡോംസ് കളർ കാൻഡി പെൻസിൽ 10 എണ്ണം പകുതി വിലയ്ക്ക്. കാമലിൻ ഇൻസ്ട്രുമെന്റ് ബോക്സ് 30% വിലക്കുറവിൽ സ്വന്തമാക്കാം. കൂടാതെ ഗേൾസ് ആൻഡ് ബോയ്സ് ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും. ഇനി കുട്ടികൾ മാസായി ക്ലാസ്സിലേക്ക്. അറ്റ്ലസ് ഫാഷൻ.